ഹലോ ഗൈസ്, നമുക്കിന്ന് ഹൈദരാബാദ് വരെ പോയിട്ട് വന്നാലേ? ഞാനും ഉണ്ട്, എൻ്റെ ഇരിപ്പിടമുണ്ട്. അപ്പം കാമോട്ടം മോത്തടിച്ച് ഉറക്കത്തിൽ നിന്ന് എന്നെ എണീപ്പിച്ച് ബസ്സിനാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വട്ടം അടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല എന്താണ് കാഴ്ച കണ്ട് പോകുന്ന വിചാരിച്ച മൊത്തത്തിൽ 3G ഹൈദരാബാദ് എന്ന ബോർഡ് കണ്ടു. ബസ് ഹൈദരാബാദ് വരെയില്ലായിരുന്നു. ഈ അണ്ണൻ അവിടുന്ന് പിക്ക് ചെയ്ത് നമ്മളെ മിയാപ്പൂർ എത്തിക്കണം. മിയാപ്പൂരിന് ഒരു അണ്ണനെ ഹൈദരാബാദ് ഇറക്കി. ഹൈദരാബാദ് നേരെ ഇനി ചാർമിനാർ കാണാനായിട്ട് ഇറങ്ങി. അവിടെ മൂഞ്ചിത്തെറ്റി അതിലെ ഇതിലേക്ക് നടന്ന് കുറേ കച്ചവടക്കാരുണ്ടായിരുന്നു. അവരോട് ചുമ്മാ നമ്മൾ സ്വാഭാവിക മലയാളികളുണ്ടോ, റേറ്റ് എത്ര, ഇതെത്ര, ഇതൊക്കെ ചോദിച്ച് ചുമ്മാ വാങ്ങിക്കത്തൊന്നുമില്ല. ഇതിലേക്ക് നോക്കി ഇങ്ങനെ തിരിഞ്ഞ് നടന്ന് അപ്പോഴത്തേന് ഏകദേശം ഫോണിൻ്റെ കുറേ ചാർജ് ചെയ്തിരുന്നായിരുന്നു. പിന്നെ ഉള്ള ചാർജിൽ ഷൂട്ട് ചെയ്ത കുറേ വീഡിയോകളും ഇതൊക്കെയാണിത്. ഇത് കഴിഞ്ഞ് നേരെ മറ്റേ അംബേദ്കർ സ്റ്റാച്ചു അങ്ങനെ കുറേ, പിന്നെ ഇത് കുറേ സ്ട്രീറ്റിലൂടെയൊക്കെ തിരിഞ്ഞ് ഇങ്ങനെയൊക്കെ നടന്ന് പോകുന്നതിൻ്റെയാണത്. പിന്നെ അടുത്തതായി നമ്മൾ വാട്ടർ ബുദ്ധ ആ സംഭവം കാണാനായിട്ട് പോവുകയാണ്. പെർ ഹെഡ് 55 രൂപയാണ്. നഷ്ടമൊന്നുമില്ല. പോവുക, കാണുക, വരിക, എന്താണ് എല്ലാം എക്സ്പ്ലോർ ചെയ്യണമല്ലോ. മൊത്തം കളർഫുള്ളായിരുന്നു, എന്ത് പറയാൻ. പിന്നെ കുറച്ച് നേരം ബുദ്ധേട്ടൻ്റെ കുറച്ച് കളർഫുൾ പരിപാടിയൊക്കെ കണ്ട് ഇങ്ങനെ നിന്ന് ഇപ്പോഴത്തേനും എന്താണ് ഇതിലേക്ക് കുറേ പേട്ടിയിറക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ടായിരുന്നു. ഈ ബുദ്ധേട്ടൻ്റെ നീല, ചുവപ്പ്, മഞ്ഞ അങ്ങനത്തെ കളറുകൾ മാത്രമേ ഉള്ളായിരുന്നു. എന്താണെന്നറിയത്തില്ല, പുള്ളിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു തോന്നുന്നു. അപ്പോൾ ബുദ്ധേട്ടനോട് ഒരു ടാറ്റയൊക്കെ പറഞ്ഞ് ബോട്ടിൽ തിരിച്ച് പോണു. പിറ്റേ ദിവസം രാവിലെ ഓട്ടോയിൽ കയറി തിരിച്ചു പോകാനുള്ള പ്ലാനിൽ ഇങ്ങനെ പോവുകയാണ് ബസ് സ്റ്റാൻഡ് വരെ. MGBS, ഞാൻ ആദ്യം കേട്ടത് MBBS ബസ് സ്റ്റാൻഡ്. ഡോക്ടർമാർക്ക് ബസ് സ്റ്റാൻഡ്. ചുറ്റുമണി ഇറങ്ങുവാണ്. ചുറ്റുമണി വേണ്ട, വെറുതെ എന്തിനാ കടി വാങ്ങിച്ചു കൂട്ടും. അങ്ങനെ ബൈ ഹൈദരാബാദ്. ഞാനും മറ്റേ എൻ്റെ സ്വന്തം ഇരിപ്പിടവും ഇപ്പോൾ എന്താണ് MGBS ബസ് സ്റ്റാൻഡിൽ. ഇനി ഇവിടുന്ന് മെട്രോ പിടിച്ച് മിയാപ്പൂരിൽ നിന്ന് A1 ട്രാവൽസിൻ്റെ ഒരു വണ്ടി കോഴിക്കോട് നേരെ വർക്ക് പ്ലേസിലോട്ട്. അങ്ങനെ ക്രിസ്മസ് മൂഞ്ചേഷായതായിട്ട് ഞാൻ ടോട്ടലി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഹൈദരാബാദ് വന്നിട്ട് എന്താണ് ശരിക്കും ഒരു മൂഞ്ചേഷായി. അവിടെ ഓട്ടോയിനൊക്കെ തന്നെ ചീപ്പ് റേറ്റാണ്. മെട്രോയ്ക്ക് റേറ്റ് കുറവെന്ന് പറഞ്ഞാൽ പക്ക റേറ്റ് കുറവ്. പിന്നെ എന്താണ്, ഈ അണ്ണൻ തന്നെ വീണ്ടും എന്നെ കറക്റ്റ് പോയിന്റിൽ നിന്ന് പിക്ക് ചെയ്ത് കറക്റ്റ് സ്ഥലത്ത് തന്നെ ഡ്രോപ്പ് ചെയ്ത്, അത് ആശ്വാസമായി. പിന്നെ ഈ മഞ്ഞമിട്ട എന്നെ കൊണ്ടേ പോകത്തുള്ളൂ. ഈ സൈഡ് സീറ്റ് ഇരിക്കുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല, കണ്ണാടി വെച്ചിട്ട് പോലും പുറത്തോട്ട് നോക്കിയിട്ട് വ്യക്തമായിട്ടൊന്നും മനസ്സിലാകത്തില്ല. മഞ്ഞപ്പെട്ട ബി. പിന്നെ ഏകാശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺസെറ്റ് പോലെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നു. കാണാൻ പറ്റി. സൂര്യൻ താഴ്ന്നു പോകുന്നുണ്ട്. എന്താണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അപ്പോൾ ബൈ ഗൈസ്, കുറച്ച് നേരം കിടന്ന് ഉറങ്ങട്ടെ. ഫുൾ ടൈം ഉറക്കമായിരുന്നു. എന്നാലും ഇനി അവിടം വരെ എത്തുന്നോടം വരെ നല്ല ഉറക്കം, നല്ല ക്ഷീണം. തിരിഞ്ഞല്ലേ യാത്രയ്ക്ക് പോയതുപോലെ